ലാൽ സലാം വിസ്മയ മോഹൻലാലിൻ്റെ തുടക്കം ഇത് 6-ാം ദിനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. 6-ാം ദിനവും മികച്ച രീതിയിലുള്ള ബോക്സ് ഓഫീസ് കളക്ഷൻ സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞിരിക്കുന്നു. 5-ാം ദിനത്തെയും 4-ാം ദിനത്തേക്കാൾ കൂടുതൽ കളക്ഷനിലേക്ക് സിനിമ എത്തുമെന്നുള്ളത് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയുമാണ്. ഇന്ന് 6-ാം ദിനം വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി 7:15 വരെയുള്ള കളക്ഷൻ റിപ്പോർട്ടുകളാണ് നമ്മൾ പറയുന്നത്. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരാം. നിങ്ങളുടെ കട്ട സപ്പോർട്ട് വേണം കൂടുതൽ വീഡിയോസിനായിട്ട്. എന്തായാലും ഇന്ന് 1091ഓളം ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടതായി പറയുന്നു. 75,000-ഓളം ടിക്കറ്റുകൾ ഇതിനോടകം തന്നെ വിറ്റുപോയതായി പുറത്തു വരുന്ന കണക്കുകൾ. 1,27,00,000 രൂപയാണ് വൈകുന്നേരം 7:15 വരെ കിടക്കുന്നത്. അതായത് ഏകദേശം ഇനിയും നമുക്ക് 5 മണിക്കൂറിനടുത്ത് ഇനിയും കിടക്കുന്നുണ്ട്. ഇന്നലെയൊക്കെ ഇതേ സമയത്ത് വന്നത് 1 കോടിക്ക് താഴെ ആയിരുന്നു എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഇന്നലെ പ്രതീക്ഷിച്ചിരുന്ന ഒരു കളക്ഷൻ ഫൈനൽ കളക്ഷൻ 1,25,00,000 രൂപയൊക്കെ വരുമെന്നായിരുന്നുവെങ്കിൽ ഇന്നലെ ഞെട്ടിക്കുന്ന കളക്ഷനാണ് സിനിമയ്ക്ക് വന്നത്. 1,51,00,000 രൂപ ട്രാക്കിങ്ങിലൂടെ വരിക തന്നെ ഉണ്ടായി. ഇന്ന് അതിൻ്റെയും മുകളിലായിരിക്കും സിനിമയുടെ ട്രാക്ഡ് കളക്ഷൻ എന്നുള്ളത് ഉറപ്പാക്കപ്പെടുകയാണ്. സിനിമയുടെ 4 ദിവസത്തെ ഗ്ലോബൽ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ കേരളത്തിൽ നിന്ന് 12 കോടിയും വേൾഡ് വൈഡായിട്ട് 26 കോടിക്ക് മുകളിലും അങ്ങനെ ആണ് 4 ദിവസത്തെ കളക്ഷനായി കിട്ടിയിരിക്കുന്നത്. 5-ാം ദിനം 1,70,00,000 രൂപയോളമാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നുള്ള കളക്ഷനായി പറയുന്നത്. 5 ദിവസം കൊണ്ടുള്ള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് 29 കോടി. അതായത് ഇന്നത്തോടെ സിനിമ 30 കോടി കടന്നിരിക്കുന്നു എന്നുള്ള സന്തോഷകരമായ ആ ഒരു വാർത്ത തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ഒരു കുഞ്ഞൻ സിനിമയുടെ വമ്പൻ വിജയമെന്ന് തന്നെ പറയാം. പ്രേക്ഷകരുടെ പിന്തുണ, പ്രേക്ഷകരുടെ ഇഷ്ട സിനിമയായി മാറുന്നു. ഇത് തന്നെയാണ് ഈ ഒരു സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യവും. എന്തായാലും ഈ ഒരു ഓണക്കാലത്ത് ഈ ഒരു സിനിമ തന്നെ മുന്നോട്ട് പോകും. അതിഗംഭീരവും അതിശക്തവുമായി തന്നെ ഈ ഒരു സിനിമ 50 കോടി ക്ലബിലേക്ക് ഇടം പിടിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഒരു മാറ്റവും ഉണ്ടാവില്ല എന്നുള്ളത് നമുക്കറിയാം. ഇനിയും 2-3 ചിത്രങ്ങൾ വരാനുണ്ട്. ആ സിനിമകളൊക്കെ വന്നോട്ടെ. പക്ഷേ ഈ ഒരു സിനിമയ്ക്ക് മലയാളികളുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടാകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കാരണം അത്രത്തോളം ജനങ്ങൾക്ക് ഇഷ്ടമാകുന്നു ഈ ഒരു കുഞ്ഞൻ സിനിമ എന്ന്. വലിയ പ്രകമ്പനം സൃഷ്ടിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. മികച്ച രീതിയിലുള്ള ഒരു കുഞ്ഞൻ സിനിമ, ഒപ്പം മികച്ച പ്രകടനമായി ഒരു പുതുമുഖ നടിയുടെ മികച്ച പ്രകടനം എന്ന് തന്നെ പറയാം. മോഹൻലാലിൻ്റെ ആ ഒരു ഫാക്റ്റ് ഒന്ന് മാറ്റി വെച്ചാൽ തന്നെ ഈ ഒരു സിനിമ അത്ര ഗംഭീരം തന്നെയാണ്. അപ്പോൾ മോഹൻലാലിൻ്റെ ഒരു ക്യാമിയോ റോളും കൂടെ ഉള്ളപ്പോൾ പറയേണ്ട കാര്യവും ഇല്ലല്ലോ എന്നുള്ളത്. എന്നിരുന്നാലും ഇതിൽ 100-ൽ 100 മാർക്കും നേടിയിരിക്കുന്നത് വിസ്മയ തനിച്ചാണ് എന്നുള്ളതാണ്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ ഇന്നോടെ 13 കോടിക്ക് മുകളിലേക്ക്, അതായത് 13.5 കോടിക്ക് മുകളിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. കാരണം ഇന്ന് ഇതുവരെയുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നതും ആ തരത്തിൽ തന്നെയാണ്. ഇപ്പോൾ തന്നെ സിനിമയ്ക്ക് 1.5 കോടിക്ക് മുകളിലാണ് കളക്ഷനായി വന്നിരിക്കുന്നത്. അതായത് 13.5 കോടി കടന്നു. ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്നത് 14 കോടിയിലേക്ക് എത്തുമോ എന്നുള്ളതാണ്. ഇനി വരുന്ന ദിവസങ്ങൾ, ഇന്ന് നല്ല ഒരു ദിവസം എന്ന് തന്നെ പറയാം. അതായത് തിങ്കളാഴ്ച ഉള്ള കളക്ഷനേക്കാൾ കൂടുതൽ ചൊവ്വാഴ്ചത്തേക്കാൾ കൂടുതൽ കളക്ഷൻ ബുധനാഴ്ചയും വിരളമായി മാത്രം ലഭിക്കുന്ന അസുലഭ നിമിഷമാണ് എന്ന് പറയാം. സാധാരണ കളക്ഷൻ ഇടിയുന്ന ദിവസങ്ങളിൽ കളക്ഷൻ കൂടുമ്പോൾ വെള്ളി, ശനി, ഞായർ ദിനങ്ങളിൽ സിനിമ കേരള ബോക്സ് ഓഫീസിൽ 8 കോടിയെങ്കിലും നേടും എന്നുള്ളത് തന്നെയാണ്. അതായത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഈ വരുന്ന വെള്ളി, ശനി, ഞായറോട് കൂടി സിനിമ 20 കോടിക്ക് മുകളിലേക്ക് എത്തും എന്നുള്ളതാണ്. വരുന്ന ആഴ്ചയോടെ സിനിമ 50 കോടി ക്ലബിലേക്ക് കയറട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സിനിമ കണ്ടവരാണെങ്കിൽ തീർച്ചയായും കമൻസുകളൊന്ന് പറയാം. എങ്ങനെയുണ്ടായിരുന്നു സിനിമ എന്നുള്ളത്. കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എപ്പോഴാണ് ഈ സിനിമ കാണാൻ പ്ലാൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ളവരാണ് പോയിട്ടുള്ളതെങ്കിൽ അവർ പറഞ്ഞ അഭിപ്രായങ്ങൾ ഇതെല്ലാം ഒന്ന്. ഒപ്പം സിനിമ കണ്ടവരാണെങ്കിൽ ഇതിലെ ഏറ്റവും മികച്ച പ്രകടനം ആരുടേതെന്ന് പറയാം. അന്നി പെരുമ്പാവൂരിൻ്റെ മകൻ്റെ ആണോ, വിസ്മയുടെ ആണോ, അതോ നമ്മളുടെ സീനിയർ താരങ്ങളുടെ ആണോ എന്നുള്ളത്, അതോ ലാലേട്ടൻ്റെ ക്യാമിയോ റോളാണോ എന്നുള്ളതെല്ലാം നിങ്ങൾക്കൊന്ന് കമൻസിലൂടെ പറയാം. അപ്പോൾ വീഡിയോസ് ഇഷ്ടമായാൽ ഒരിക്കൽ കൂടെ പറയുകയാണ്, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ മറക്കണ്ട, ലൈക്കും ഷെയറും ഒപ്പം നിങ്ങളുടെ വിലയേറിയ കമൻസും ഒന്ന് പറയാം. ലാൽ സലാം.